നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ദശാബ്ദങ്ങളോളം പിടിച്ചുലച്ച സോളാർ വിവാദങ്ങളിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ കോടതിയിൽ നിന്നും വൻ തിരിച്ചടി ഇപ്പോൾ നേരിട്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ചുള്ള ഹർജിയിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന മന്ത്രിയുടെ ആവശ്യം കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളുകയായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിധി അത് ഗണേഷ് കുമാറിന് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കേസിൻ്റെ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതി തീരുമാനിച്ചതോടെ വരും ദിവസങ്ങളിൽ മന്ത്രിക്കെതിരെ കൂടുതൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കോടതി നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കണമെന്ന വിചിത്രമായിട്ടുള്ള വാദമാണ് ഗണേഷ് കുമാർ കോടതിയിൽ ഉന്നയിച്ചത്. രാഷ്ട്രീയ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും നടപടികളിൽ നിന്നുമൊക്കെ തന്നെ ഒഴിവാക്കപ്പെടാനായിരുന്നു മന്ത്രിയുടെ ശ്രമം. എന്നാൽ ജനാധിപത്യ പ്രക്രിയയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്നത് ഒരു ക്രിമിനൽ കേസിലെ നടപടികൾ നിർത്തിവെക്കാനുള്ള കാരണമല്ലെന്ന് കോടതി കർശനമായിട്ട് നിരീക്ഷിച്ചു. നിയമത്തിന് മുന്നിൽ സാധാരണക്കാരനെന്നോ മന്ത്രിയെന്നോ വ്യത്യാസമില്ലെന്നും നീതിന്യായ പ്രക്രിയ തടസ്സമില്ലാതെ തുടരണമെന്നും കോടതി വ്യക്തമാക്കിയതോടെ ഗണേഷ് കുമാറിൻ്റെ പ്രതിരോധം പാളുകയായിരുന്നു. ഈ കേസിൻ്റെ കാതൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നടന്നുവെന്ന് പറയപ്പെടുന്ന ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ്. സോളാർ കേസിലെ പ്രതി നൽകിയ പരാതിയിൽ പേജുകൾ കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണ കേസിൽ കുടുക്കാൻ ഗണേഷ് കുമാർ ശ്രമിച്ചുവെന്നതാണ് പ്രധാന ആരോപണം. അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് സമർപ്പിച്ച ഹർജിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനും വ്യാജരേഖകൾ ചമച്ചുവെന്നതാണ് ഇതിലെ ഗൗരവകരമായിട്ടുള്ള വശം. ഗണേഷ് കുമാറിൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള സുധീർ മലയിൽ നൽകിയ സാക്ഷിമൊഴിയാണ് കേസിൽ മന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നുവെന്നും ഇതിൽ ഗണേഷ് കുമാറിന് നേരിട്ട് പങ്കുണ്ടെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ഒരു വയോധികനായ നേതാവിനെ വേട്ടയാടാൻ തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചുവെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നത് ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സോളാർ വിവാദത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ഗൂഢാലോചനയുടെ നിഴൽ അത് മന്ത്രിക്ക് മേൽ ഉണ്ടായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു കറുത്ത പുള്ളിയായി സോളാർ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന കോടതി വിധി രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻപ് ഇടതുമുന്നണിയുടെ സംരക്ഷണത്തിൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ കോടതിയുടെ കർക്കശ നിലപാട് മന്ത്രിക്കും സർക്കാരിന് വലിയ തലവേദനയാണ്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു ഭരണാധികാരിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണെന്ന വാദത്തിന് ഈ വിധിയോടെ ശക്തി കൂടിയിരിക്കുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ കോടതി ഈ വിഷയത്തെ കാണുന്നുവെന്നതിൻ്റെ തെളിവാണ് ഹർജി തള്ളിയത് തന്നെ. വിചാരണ നടപടികൾ തുടരാനുള്ള കോടതിയുടെ തീരുമാനം ഗണേഷ് കുമാറിന് വരും ദിവസങ്ങളിൽ വലിയ നിയമ വെല്ലുവിളികൾ ഉയർത്തും. സാക്ഷിമൊഴികളും രേഖകളും പരിശോധിക്കുന്ന ഘട്ടത്തിൽ മന്ത്രിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വയോധികനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നവർക്ക് കാലം നൽകുന്ന തിരിച്ചടിയാണിതെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഇതിനോടകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുന്നത് അനുവദിക്കില്ലെന്ന സന്ദേശമാണ് കൊട്ടാരക്കര കോടതിയുടെ ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. വരും നാളുകളിൽ കേസിൻ്റെ വിധി കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം.